കലാസ്നേഹികളെ, സരിഗ കാസറ്റിന് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്ന കഥ ഓണത്തിന് എങ്ങനെ എത്തും. സ്വന്തം നാടും വീടും പിരിഞ്ഞ് ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും പോറ്റാൻ അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് ഓണം ഒരു പ്രതീക്ഷയാണ്. ആ അവധിക്കാലത്ത് സ്വന്തം നാട്ടിൽ വരും, എല്ലാം കാണാൻ, എല്ലാവരെയും കാണാൻ. എന്നാൽ തൻ്റെ നാട് കാണാൻ, പ്രജകളെ കാണാൻ, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ തിരുവോണത്തിന് മാവേലി കേരളത്തിലെത്തുന്നു. ഇതിനു മുൻപ് പല പ്രാവശ്യം തിരുവോണ നാളിൽ കേരളത്തിൽ വന്ന മാവേലി തമ്പുരാൻ അന്ന് കാണാത്തതും കേൾക്കാത്തതുമായ പല സംഗതികളും സംഭവങ്ങളും തൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് രഹസ്യ ദൂതൻ മുഖേന ഏതാനും മാസങ്ങളായി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. തിരുവോണത്തിന് 15 ദിവസം മുൻപ് തന്നെ മാവേലി മറ്റാരും അറിയാതെ വാമനൻ്റെ സ്പെഷ്യൽ പെർമിറ്റോടുകൂടി പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടു. കേരളത്തിൻ്റെ ബൗണ്ടറിയിലെത്തിയ അദ്ദേഹത്തെ കേരവൃക്ഷങ്ങൾ മാടി വിളിച്ചു. ആകെ ഒരു ശ്മശാന മൂകത. അല്ല, ഇവിടെയൊക്കെ കണ്ടിട്ട് ഒരു ശ്മശാന മൂകത തോന്നുന്നുണ്ടല്ലേ? ഉണ്ട്. എന്നാന്നറിയോ? പറഞ്ഞുതരാന്ന്. മാരിമൂലം നാശമായ ഈ പ്രദേശമോ, കൊടും കാറ്റും മൂലം സ്കൂൾ തകർന്ന ഈ പ്രദേശമോ, മതില് താഴെ വീണ മൂലം 6 പേര് ചത്തതും അന്ന് കുന്നിടിഞ്ഞ് 10 പേര് മണ്ണടിഞ്ഞതും ദുരിതദൃശ്യങ്ങൾ മന്ത്രി കണ്ടു. മാരിമൂലം നാശമായ ഈ പ്രദേശമോ, കൊടും കാറ്റും മൂലം സ്കൂൾ തകർന്ന ഈ പ്രദേശമോ. നാശമായ ഈ പ്രദേശമോ, കൊടും കാറ്റു മൂലം സ്കൂൾ തകർന്ന ഈ പ്രദേശമോ, മതില് താഴെ വീണ മൂലം 6 പേര് ചത്തതും അന്ന് കുന്നിടിഞ്ഞു 10 പേര് മണ്ണടിഞ്ഞതും ദുരിതദൃശ്യങ്ങൾ മന്ത്രി കണ്ടു. മാരിമൂലം നാശമായ ഈ പ്രദേശമോ, കൊടും കാറ്റു മൂലം സ്കൂൾ തകർന്ന ഈ പ്രദേശമോ. കഷ്ടനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടായ ആ ദുർദിനങ്ങൾ നാടിൻ്റെ ഷേപ്പ് മാറ്റിയല്ലോ എന്നോർത്ത് അദ്ദേഹം നടന്നു. കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ സംതൃപ്തി അപ്പോഴും മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. പല പല വാഹനങ്ങളും, പുതിയതായി പണിത കെട്ടിടങ്ങളും, വലുതും ചെറുതുമായ പല കടകളും ആ യാത്രക്കിടയിൽ ധാരാളം കണ്ടു. കുട്ടികളെയും മുതിർന്നവരെയും വിവാഹിതരെയും അവിവാഹിതരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പഴയ പ്രതാപത്തോടെ തന്നെ ഓലക്കുടയും ചൂടി അദ്ദേഹം നടന്നു. തൊട്ടടുത്തൊരു ബഹളം കേട്ടപ്പോൾ പേടിച്ചൊരു സൈഡിലേക്ക് മാറി നിന്നു. കുറെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞിട്ട് ബഹളം വെക്കുകയാണ്. ക്ലാസ്സിലെ കുട്ടപ്പന് പോട്ടർ മുട്ടിയതാ, തട്ടും നിശ്ചയം പോട്ടറെ കിട്ടിയ കുട്ടികൾ സംഘടിച്ചു. എട്ടാം ക്ലാസ്സിലെ കുട്ടപ്പനെ പോട്ടർ മുട്ടിയതാ, തട്ടും നിശ്ചയം പോട്ടറെ കിട്ടിയാൽ കുട്ടികൾ സംഘടിച്ചു. പ്രശ്നമാകെ രൂക്ഷമായി, ബസിൽ ഷേപ്പ് മോശമായി, ജനം ഭീതി മൂലം ചാടിയോടുന്നു.
പോട്ടർ മുട്ടിയതാ. തട്ടും നിശ്ചയം പോട്ടറെ കിട്ടിയാൽ കുട്ടികൾ സംഘടിച്ചു. ബസിൻ സീറ്റിനടിയിൽ പാത്തിരിപ്പൂ. ഓടിയതാര ബൈക്കിൽ കൂടെ കണ്ടക്ടറോ. ആരാട ബസിൻ സീറ്റിനടിയിൽ പാത്തിരിപ്പൂ. ഓടിയതാര ബൈക്കിൽ കൂടി കണ്ടക്ടറോ. ഓണർ വന്നിട്ട് തീർക്കണ്ട പോട്ടറെ തട്ടതടങ്ങില്ല. ഓണർ വന്നിട്ട് തീർക്കണ്ട പോട്ടറെ തട്ടതടങ്ങില്ല. സമരത്തിനായി ഞങ്ങൾ ഇന്നുറച്ചു പോ. നേതാക്കൾ വന്നു ചർച്ച ചെയ്തിടും. 8ാം ക്ലാസ്സിലെ കുട്ടപ്പന് പോട്ടർ മുട്ടിയതാ. തട്ടും നിശ്ചയം പോട്ടറെ കിട്ടിയ കുട്ടികൾ സംഘടിച്ചു. ഇതെന്താ ഈ കുട്ടികൾ ഇങ്ങനെ? എന്നാ പറയാൻ എന്റെ ചേട്ടാ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ പഠിക്കാനാന്നും പറഞ്ഞ് ചുമ്മാമാര് പോയേക്കല്ലേ. എവിടെ? പിന്നെ സ്കൂളിലോട്ട്, ആ. പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സമരമല്ലേ. എനിക്കാണ് ഒരു മൂത്ത ഒരുത്തനുണ്ട്. ഉണ്ടോ? അയ്യോ, അവന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു പോകും. എന്താ? ഈയിടെ അവനോട് 10 രൂപ മേടിക്കുന്നു. 10 രൂപ? ആ എംബോസിഷൻ മേടിക്കണമെന്നും പറഞ്ഞു. എംബോസിഷൻ മേടിക്കാനോ? ആ മേടിക്കണമെന്നും പറഞ്ഞു. ആ. പിന്നെ ഞാൻ സാക്ഷര ക്ലാസ്സിൽ ചെന്ന് ടീച്ചറോട് ചോദിച്ചപ്പോഴല്ലേ സംഗതി പിടിക്കും. എന്താ? അവ ഓരോന്ന് തെറ്റിച്ചിട്ട് ഒരു വാക്ക് 100 പ്രാവശ്യം ഇത് എഴുതാനുള്ള ഈ എംബോസിഷൻ. അതിനാണോ? അവൻ എന്നോട് കാശ് മേടിച്ചിരിക്കുന്നു. എംബോസിഷൻ വേണം. അപ്പൊ അവനെ ഞാൻ വിടുന്നില്ലല്ലോ. അത് ഞാനല്ലേ ഇപ്പൊ പോകുന്നു. എന്താ? അവനെ ഇപ്പൊ വിടുന്നില്ല, ഇപ്പൊ ഞാനാ പോണത്. അതിന്റെ കാര്യം എന്താ? ഞാൻ പഠിച്ചിട്ട് വേണ്ട അവനെ പഠിപ്പിക്കാൻ. ഈ ശരി. പിള്ളേര് നമ്മളെ കളിപ്പിക്കാൻ പറ്റിയ ശരി. അപ്പോഴേ ഇവിടെ ഈ അടുത്ത് ഈ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. പരിശ്രമിക്കാനല്ലേ? പരിശ്രമിക്കാനല്ലേ? വിശ്രമിക്കാൻ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാ മതിയല്ലോ. ആണോ? പിന്നെ അതെതിലേ പോകുന്നത്? അറിയാമല്ലേ? ഇല്ല. കേട്ടോ, ഇതിലെ നേരെ അങ്ങോട്ട് ചെല്ലണം. നേരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ച് അങ്ങ് നേരെ പോയൊക്കെ ഇടും. അവിടെ ചെന്ന ഉടനെ ഈ ചെറിയ വളവൊക്കെ കാണും കേട്ടോ. അവിടെ ചെന്ന ഉടനെ അവിടെ ഒരു ചെനയുള്ളൊരു മച്ചിപ്പശു പുല്ല് തിന്നുന്നുണ്ട്. ചെനയുള്ള മച്ചിപ്പശു? ചെനയുള്ള മച്ചിപ്പശു ചേട്ടൻ തോന്നാം, പക്ഷെ അത് പോത്താ. പോത്താണോ? അപ്പൊ പോത്ത് പുല്ല് തിന്നുന്നതിന്റെ അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് പോകണം. ഇടത്തോട്ട് ചെന്ന് സ്റ്റേഷനോട്ടാ ചെല്ലുന്നത്. നേരത്തെ അടുത്തോട്ട് പോയാ റെയിൽവേ സ്റ്റേഷൻ? അവിടെ ചെന്ന ഉടനെ ഒരു ഫ്ലാറ്റ് 1 ടിക്കറ്റ് അങ്ങ് എടുക്കണം. എടുത്തു കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഞ്ചുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇരിക്കുവോ കിടക്കുവോ പെടുക്കുവോ എന്നാ വേണം ചെയ്യാം. ശരി. ബാത്റൂമോട് കൂടിയാണോ? അതെല്ലാം കൂടെ. ശരി. മാവേലി വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അന്ന് രാത്രി അവിടെ തങ്ങി. ഒരു ടിക്കറ്റ് മട്ടാതി വേണ്ടിയത് എനിക്ക് മദ്രാസിൽ പോകേണ്ട ആവശ്യമൊക്കെ. പിറ്റേ ദിവസം രാവിലെ ഒരു ബഹളം കേട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. അടുത്തൊന്നും ഒരാളോട് വിവരം അന്വേഷിച്ചു. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറഞ്ഞു, ബോംബ് ട്രെയിനിൽ ബോംബ്. ഓരോ ബോഗിയും തിരയുകയാണ് ഡോഗ്, പോലീസ് ഡോഗ്. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറഞ്ഞു, ബോംബ് ട്രെയിനിൽ ബോംബ്. ഓരോ ബോഗിയും തിരയുകയാണ് ഡോഗ്, പോലീസ് ഡോഗ്. ബോംബെന്നു കേട്ടപ്പോൾ ബോംബെക്ക് പോകുന്നവർക്കാകെ പരിഭ്രമമാ. ബോംബെന്നു കേട്ടപ്പോൾ ബോംബെക്ക് പോകുന്നവർക്കാകെ പരിഭ്രമമാ. സർവരും ഇറക്കുന്നു, ബാഗുകൾ നോക്കുന്നു, ബോംബിൻ
ഭീഷണിയാലേ ബോംബിൻ ഭീഷണിയാലേ സർവരും ഇറക്കുന്നു ബാഗുകൾ നോക്കുന്നു ബോംബിൻ ഭീഷണിയാലേ ബോംബിൻ ഭീഷണിയാലേ ബോംബോ? രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറഞ്ഞു ബോംബ്, ട്രെയിനിൽ ബോംബ്. ഓരോ ബോഗിയും തിരയുകയാണ് ഡോഗ്, പോലീസ് ഡോഗ്. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറഞ്ഞു ബോംബ്, ട്രെയിനിൽ ബോംബ്. ട്രെയിനിൽ പരിശോധന നടക്കുമ്പോൾ മാവേലിക്കൊരാശ. എൻ്റെ ഭരണകാലത്ത് ട്രെയിൻ ഇല്ലായിരുന്നു. ഈ ട്രെയിനിൽ കയറി സൈഡിലിരുന്നാൽ ആശയും തീരും, നടക്കാതെ കുറച്ച് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം. പിന്നെ ഒട്ടും ആലോചിച്ചില്ല, വേഗം ട്രെയിനിൽ ചാടി കയറി ഏറ്റവും നല്ല തണുപ്പുള്ള ഒരു മുറിയിൽ കയറിയിരുന്നു. സഹയാത്രക്കാരൊക്കെ നല്ല സമ്പന്നരാണെന്ന് ഒറ്റ നോട്ടത്തിലേ അറിയാം. ട്രെയിനിൽ ചാരി ഇരുന്ന് ഒന്ന് മയങ്ങി. പെട്ടെന്ന് കറുത്ത ഷർട്ടിട്ടൊരു മനുഷ്യൻ വന്നു മാവേലിയെ കുലുക്കി വിളിച്ചു. കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുക്കാതെ പമ്മിയിരിക്കുന്നു, പണം താടോ ഉടൻ താടോ. തന്റെ വേഷങ്ങൾ കണ്ടെന്നാൽ VIP പോലെ, തന്റെ വേഷങ്ങൾ കണ്ടെന്നാൽ VIP പോലെ നാണമില്ലാതിരിക്കുന്നോ. ടീ ഞാനാണെന്നറിയില്ലേ, ടീ ഞാനാണെന്നറിയില്ലേ. ഓ മുടി മുഴുവനും നരച്ചില്ലേ, യാത്ര ചുളിവിലിങ്ങനെ ചെയ്തെന്ന കുറ്റകരം തന്നെയല്ലേ, തന്നെ ഞാൻ പോലീസിലേൽപ്പിക്കും, റെയിൽവേ പോലീസിലേൽപ്പിക്കും. കളിയില്ല താനിപ്പോൾ പൈസ തന്നാൽ അഡ്ജസ്റ്റ് ചെയ്തേക്കാം, ടിക്കറ്റ് നൽകിയിടാം. കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുക്കാതെ പമ്മിയിരിക്കുന്നു, പണം താടോ ഉടൻ താടോ. തന്റെ വേഷങ്ങൾ കണ്ടെന്നാൽ VIP പോലെ, തന്റെ വേഷങ്ങൾ കണ്ടെന്നാൽ VIP പോലെ നാണമില്ലാതിരിക്കുന്നു. ടീ ഞാനാണെന്നറിയില്ലേ, ടീ ഞാനാണെന്നറിയില്ലേ. കയ്യിൽ പണമില്ലാത്ത മാവേലി മന്നൻ എന്ത് പറഞ്ഞിട്ടും TTR സമ്മതിക്കുന്നില്ല. അയാൾ മാവേലിയെ പിടിച്ച പിടിയാലെ നേരെ ബാത്റൂമിൻ്റെ സമീപത്ത് കൊണ്ട് നിർത്തി. കണ്ടക്ടറെ കാവലേൽപ്പിച്ചു. കമ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ പരിഹാസവാക്കുകൾ നിശബ്ദനായി സഹിച്ചുകൊണ്ട് മാവേലി അവിടെ നിന്നു. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിന്നപ്പോൾ മാവേലിയെ റെയിൽവേ പോലീസിന് കൈമാറി. അവർ നേരെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇര കിട്ടാതെ വളഞ്ഞിരിക്കുന്ന സിംഹങ്ങളെ പോലെ പോലീസുകാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി. സിവിലും ക്രിമിനലുമായ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിൽ പലതും അദ്ദേഹം നല്ലപ്പോൾ കേൾക്കുന്നതായിരുന്നു. സാറേ, ഇവൻ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ AC ഇവൻ കാശില്ലാതെ കയറിയ പാർട്ടിയാ. ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ ഇവൻ ടിക്കറ്റ് ഇല്ലാതെ കയറിയവനോ? ടിക്കറ്റ് ഇല്ലാതെ കയറിയവനാ. സാർ ഇവനെ ഒന്ന് കൈകാര്യം ചെയ്തു. എടാ, നീ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയോടാ? അതെ. AC ക്കകത്ത് അതെ തേർഡ് ക്ലാസ്സിലായിരുന്നോടാ അവിടെ? സാറേ, അവിടെ ഒത്തിരി ആളായിരുന്നു. അതുകൊണ്ടാ ഒത്തിരി ആളുണ്ട്. നീ ടിക്കറ്റ് എടുത്തായിരുന്നോടാ? ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല. ഇല്ല, പോകലക്കൂടാ. എന്താ പുകലക്കൂടല്ലേ ഇത്? പിന്നെ ഓലക്കൂടയാ? എന്നെ പഠിപ്പിച്ചാണോ നീ? അല്ല. ഇതാ മെതിയടി. ഏ? മെതിയടി ആരുടെയാടാ? ഇത് എന്റെ സ്വന്തമാ. നിന്റെയോ? മാറ്റടയല്ലേടാ? അല്ല, ബാച്ചാടയല്ല, ഇത് എന്റെ സ്വന്തമാ. കള്ളം പറയാതെ മാറ്റടയല്ലേടാ? സാറേ, ഞാൻ കള്ളം പറയത്തില്ല. ഏ? എന്റെ പേര് മാവേലി എന്നാണ്. ഊരെ നോക്കട്ടെ. എന്തോന്ന്? ഊരെ. എന്ത്? ഒന്ന് ഇട്ട് നോക്കട്ടെ. അയ്യോ, സാറിന്റെ കാലം ആണി കാണും. എനിക്ക് ആണിയോ? എടാ, ഞാൻ ബിരിയാണി കഴിക്കല്ല, അറിയാവോ? എന്നാ എനിക്ക് വയറ്റി പിടിക്കല്ല. നീ കുടിക്കാൻ നോക്കട്ടെ. സാറേ, ഊരത്തില്ല. കൊള്ളിയല്ല, എനിക്ക് വേണ്ട. ഇത് ഇട്ടോണ്ട് ഓടാനൊന്നും പറ്റിയല്ല. ഇത് തടി കൊണ്ടുള്ളതാ. തടി കൊണ്ടുള്ള. എടാ, നീ ഇന്നെ കണ്ട ഈടാ, നീ മഹാഭാരതത്തിലെ രാവണല്ലേടാ? അല്ല, ഞാനാണ് മാവേലി. മാവേലി? അതെ. എന്റെ ദൈവമേ. സത്യമായിട്ട് നീ എടാ, എന്തോ? നീ ഉഗാണ്ടയിലുള്ളവനല്ലേടാ? അല്ല. ഏ? ഇല്ല, എന്റെ സ്ഥലം പാതാളമല്ലേ? പാതാളമോ?
വെറും കളവാ പറയുന്നത്. ഞാൻ കൊള്ള സ്ഥലം. നീ എവിടെ ആര് പറഞ്ഞു അവിടെ പോയി? എന്നെ രാവണൻ അല്ല വാമനം കൊണ്ടുപോയത് അവിടെ. നീ ഉഗാണ്ടേ ഉഗാണ്ടയിൽ ഞാൻ ഇല്ലായിരുന്നു. റൊസാണ്ടേ റൊസാൻഡോയിലും ഇല്ലായിരുന്നു. ഉറുഗെ പോയിട്ടില്ലടാ നീ? ഊർക്ക ഞാൻ കണ്ടിട്ടില്ല. നീ ഉറുഗയുടെ കോച്ചല്ലേടാ? അയ്യോ കോച്ചോ? അതാരെ കോച്ചല്ലേടാ നീ? കോച്ചെന്ന് വെച്ചാൽ എന്തോ സാർ? നിനക്കറിയാൻ മേലല്ലേ? രാസ്കോലെ ഇല്ല. എടാ നീ അല്ലടാ കൗമാരക്കുറുപ്പ്? കൗമാരക്കുറുപ്പ് നീ അല്ലടാ? എന്റെ ദൈവത്താണ് ഞാനല്ല. എന്നാ നീ കുറിപ്പല്ല ഞാൻ. ആളുടെ സാമ്യമുണ്ട്, പിടിച്ചോ. ആണോ? പല വേഷം. എടാ നീ ഹിന്ദി പുലിയല്ലേടാ? അല്ല സാർ, അല്ല അല്ലെന്നോ? സാർ ഞാൻ മാവേലിയാണ് സാർ. മാവേലി? ഇപ്പൊ മായവേലിയാന്ന്? അല്ല നിന്നെ കൊണ്ട് ഞാൻ ഇപ്പൊ കള്ളം പറയും. ചൂട്ടുവേലിയാ നിന്നെ ഞാൻ നിന്നെ കൊണ്ട് ഞാൻ ഇപ്പൊ ശരിയാക്കാമല്ലോ. എടാ എന്നെ ഉപദ്രവിക്കരുത്. നീ എ സി കമ്പാർട്ട്മെന്റ് VIP പിന്നെ എ സി കമ്പാർട്ട്മെന്റല്ലോ അതെ. ടിക്കറ്റ് എടുക്കാതല്ലടാ? അതെ. എടാ 302. യെസ് സർ. എടാ ഇവനെ പിടിച്ചാ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി. അയ്യോ, ഫ്രിഡ്ജിലോ? അതെന്തിന്? നിന്നെ നീ എ സിക്കകത്തല്ലേ? അവിടെ എ സി ഉണ്ട്. എന്റെ പൊന്നു സാറ് കൊണ്ടുപോടാ അവിടെ. അല്ല അല്ല എന്നെ കൊണ്ടുപോകരുത്. എന്നെ ഉപദ്രവിക്കരുത്. സത്യമായിട്ട് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ മാവേലിയാണ്, മാവേലിയാണ്. തമിഴ് പുലി ഗ്രൂപ്പിലെ നായകനോ, കാശ്മീരിൽ നിന്നെത്തിയ ഭീകരനോ, പിടികിട്ട പുള്ളിയായി സർക്കാരെന്നുറപ്പിച്ച സുകുമാരക്കുറുപ്പെന്ന രാക്ഷസനോ, തമിഴ് പുലി ഗ്രൂപ്പിലെ നായകനോ, കാശ്മീരിനെത്തിയ ഭീകരനോ, പിടികിട്ട പുള്ളിയായി സർക്കാരെന്നുറപ്പിച്ച സുകുമാരക്കുറുപ്പെന്ന രാക്ഷസനോ, തമിഴ് പുലി ഗ്രൂപ്പിലെ നായകനോ. മംഗലം കാടുകളിൽ കൊമ്പനാനയെ കൊല്ലുന്ന വീരപ്പനോ, ചുറ്റികടിക്കുന്ന റിപ്പറാണോ, റിപ്പറെ വെല്ലുന്ന ശോഭരാജോ, ഇവർ മിത്രമോ അതോ ഇവർ ശത്രുവോ, ചൊല്ല് ഭരണകക്ഷിക്കെന്നും ഞെട്ടലുണ്ടാക്കുന്ന പ്രതിപക്ഷമോ, പ്രതിപക്ഷമോ. തമിഴ് പുലി ഗ്രൂപ്പിലെ നായകനോ, കാശ്മീരിൽ നിന്നെത്തിയ ഭീകരനോ, പിടികിട്ട പുള്ളിയായി സർക്കാരെന്നുറപ്പിച്ച സുകുമാരക്കുറുപ്പെന്ന രാക്ഷസനോ, തമിഴ് പുലി ഗ്രൂപ്പിലെ നായകനോ. യാദൃച്ഛികമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ സ്വന്തം ജാമ്യത്തിൽ മാവേലി ഇറക്കി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ തനിയെ നടക്കരുതെന്നും അഴിമതിയും അക്രമവും പെരുകി തുടങ്ങിയെന്നും സത്യത്തിനും നീതിക്കും ഇവിടെ യാതൊരു വിലയില്ലെന്നും അദ്ദേഹം മാവേലിയോട് പറഞ്ഞു. നീതിയും ന്യായവും നിലനിർത്താൻ ശ്രമിച്ചിരുന്ന ആ വലിയ ഉദ്യോഗസ്ഥനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം വിവരിച്ചു. നാട്ടിൽ വാറ്റിന്റെ ഒരു കേന്ദ്രം പിടിച്ചതാ, ട്രാൻസ്ഫർ ഉടൻ വയനാട്ടിൽ, നാട്ടിൽ വാറ്റിന്റെ ഒരു കേന്ദ്രം പിടിച്ചതാ, ട്രാൻസ്ഫർ ഉടൻ വയനാട്ടിൽ, പ്രതിയുടെ കളിയന്റെ പകയിലൊരുത്തൻ മിനിസ്റ്ററാണത് തെല്ലും അറിഞ്ഞില്ല, നാട്ടിൽ വാറ്റിന്റെ ഒരു കേന്ദ്രം പിടിച്ചതാ, ട്രാൻസ്ഫർ ഉടൻ വയനാട്ടിൽ. കാണേണ്ട ആൾക്കാരെ കാണാനായി പോയതാ, കണ്ടില്ലൽ പിന്നെ അത് വൻ പ്രോബ്ലം, അത് വൻ പ്രോബ്ലം. കാണേണ്ട ആൾക്കാരെ കാണാനായി പോയതാ, കണ്ടില്ലൽ പിന്നെ അത് വൻ പ്രോബ്ലം, അത് വൻ പ്രോബ്ലം. പൊട്ടിക്ക
മോളെ ജോലി പോയില്ല, ആശ്വാസം എനിക്കാശ്വാസം. ഇതും രാഷ്ട്രീയം. നാട്ടിൽ വാറ്റിന്റെ ഒരു കേന്ദ്രം പിടിച്ചത്, ട്രാൻസ്ഫർ ഉടൻ വയനാട്ടിൽ. പ്രതിയുടെ അളിയന്റെ വകയിൽ ഒരുത്തൻ മിനിസ്റ്ററാണെന്ന കാര്യം അറിഞ്ഞില്ല. നാട്ടിൽ വാറ്റിന്റെ ഒരു കേന്ദ്രം പിടിച്ചത്, ട്രാൻസ്ഫർ ഉടൻ വയനാട്ടിൽ. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം 2 ദിവസം മാവേലി അവിടെ താമസിച്ചു. ആ പോലീസുകാരനുണ്ടായ അനുഭവങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാവേലിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം മാസാമാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ചു പോകുന്നു. ഏതായാലും ജോലി പോകാതിരുന്നത് നന്നായി. തന്നെ ജാമ്യത്തിലിറക്കിയ ആ വലിയ മനുഷ്യന് നന്ദി പറഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞൊന്ന് മയങ്ങി. എഴുന്നേറ്റ് കുളി കഴിഞ്ഞപ്പോൾ കുടുംബനാഥൻ TV കാണാൻ മാവേലിയെ ക്ഷണിച്ചു. സ്വിച്ചിൽ വിരലമർത്തി. ദേഷ്യത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടുത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും മുടിയാൻ കരണ്ടിന്നില്ലല്ലോ. ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്, കാണാതിരുന്നാൽ നഷ്ടമാണ്. ഇവിടുത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും മുടിയാൻ കരണ്ടിന്നില്ലല്ലോ. ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്, കാണാതിരുന്നാൽ നഷ്ടമാണ്. കാറ്റേറ്റ് മാവ് മറിഞ്ഞതിനാലോ ഏതേലും പോസ്റ്റ് ഓടിഞ്ഞതിനാലോ ഫ്യൂസൂരി ശത്രുക്കൾ മാറ്റിയതാണോ? ആകെ കുഴഞ്ഞല്ലോ ഈ ആഴ്ച. ഓഹോ 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 ആഹാ ആഹാ ആ. ഇവിടുത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും മുടിയാൻ കരണ്ടിന്നില്ലല്ലോ. ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്, കാണാതിരുന്നാൽ നഷ്ടമാണ്. ആ വീടിന് മുൻപിലുള്ള പഞ്ചായത്ത് പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ പെൺകുട്ടികൾ കുടവും ബക്കറ്റുമായി വന്നു. അവർ പുതിയ വസ്ത്രങ്ങളുടെയും പുതിയ സിനിമകളുടെയും അകലെയുള്ള ബന്ധുക്കളുടെയും ഓണപരീക്ഷയുടെയും കാര്യങ്ങൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് താൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഒരുത്തൻ കളിയാക്കിയ കാര്യം പറഞ്ഞു. വേറൊരു രഹസ്യം ഈ പെണ്ണ് അങ്ങോട്ടും പറഞ്ഞു. അനുപമേ അറിഞ്ഞോ? അയലത്തെ പാറൂന്റെ മകളുടെ മാര്യേജ് അലസി പോയടി. അനിതയിപ്പോൾ ആകെ കരച്ചില, അവൾക്കതും വരണം. അനുപമേ അറിഞ്ഞോ? അയലത്തെ പാറൂന്റെ മകളുടെ മാരേജ് അലസി പോയടി. അനിതയിപ്പോൾ ആകെ കരച്ചില, അവൾക്കതും വരണം.
അയലത്തെ പാറൂന്റെ മകളുടെ മാര്യേജ് അലസി പോയടി. അനിതയിപ്പോൾ ആകെ കരച്ചില, അവൾക്കതും വരണം. അനുപമേ അറിഞ്ഞോ? ഭഗവാനെ, പണിയില്ലാത്ത പെണ്ണുങ്ങൾ പരദൂഷണം തൊഴിലാക്കിയിരിക്കുകയാണോ എൻ്റെ നാട്ടിൽ? മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്താൻ സ്ത്രീകൾ കാട്ടുന്ന ശുഷ്കാന്തി സ്വന്തം ജീവിതത്തിൽ കാട്ടിയിരുന്നുവെങ്കിൽ കുടുംബകലഹങ്ങൾ പലതും ഒഴിവായേനെ. സ്വന്തം കണ്ണിലെ കരടെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കമ്പെടുക്കാൻ നോക്കുന്നവരോട് താൻ എന്തു പറയാനാ? ഇതെല്ലാം മായാവിലാസം. മാവേലി ആ കുടുംബത്തോട് യാത്ര പറഞ്ഞിറങ്ങി. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഇത് റോഡാണോ അതോ പാതാളക്കുഴിയാണോ എന്ന് അദ്ദേഹത്തിന് സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? മഴവെള്ളം കുഴികളിലാകെ നിറഞ്ഞു കിടന്നിരുന്നു. അദ്ദേഹം തനിയെ പറഞ്ഞു, കണ്ടോ റോഡാകെ കുഴിയ തടകമാ, റോഡിൽ നടന്നാൽ ചെളിയിൽ കുളിച്ചിടും, കുഴഞ്ഞിടും, ഒടുവിൽ പായും വാഹനം, ചെളിവെള്ളം തെറിപ്പിക്കും, അകനനയും, വലഞ്ഞു പോകും, ശവിച്ചു പോകും. റോഡാകെ കുഴിയ തടകമാ, റോഡിൽ നടന്നാൽ ചെളിയിൽ കുളിച്ചിടും. കഷ്ടം, വാർഡിന്റെ മെമ്പറാണ്, റോഡിൻ കാര്യം ലേശം പോലും ഗൗനിക്കുന്നില്ല. കഷ്ടം, വാർഡിന്റെ മെമ്പറാണ്, റോഡിൻ കാര്യം ലേശം പോലും ഗൗനിക്കുന്നില്ല. വോട്ടിനായി വീട്ടിൽ വന്നാൽ പഞ്ചപാവമാ, വോട്ടു തേടി മെമ്പറായാൽ വമ്പൻ ടൂറില. വിദ്യാർത്ഥികൾ പലവട്ടം അടിക്കാനായി പിടിച്ചതാണ് പഠിച്ച കള്ളൻ ധനികനായി. റോഡാകെ കുഴിയ തടകമാ, റോഡിൽ നടന്നാൽ ചെളിയിൽ കുളിച്ചിടും, കുഴഞ്ഞിടും, ഒടുവിൽ പായും വാഹനം, ചെളിവെള്ളം തെറിപ്പിക്കും, അകനനയും, വലഞ്ഞു പോകും, ശവിച്ചു പോകും. റോഡാകെ കുഴിയ തടകമാ. ആ ഗട്ടർ റോഡ് അവസാനിച്ചപ്പോൾ മാവേലി മുനൻ ആശ്വാസമായി. വളരെ സ്പീഡിൽ നടന്നു പോകുന്ന ഒരു വയസ്സിനെ കണ്ടപ്പോൾ മാവേലി വിളിച്ചു, പോയി. എന്നാടോ? അല്ല, ചേട്ടന് ഇത്ര സ്പീഡിൽ എങ്ങോട്ടാ പോകുന്ന അറിയാൻ വേണ്ടിയാ. എങ്ങോട്ടാന്ന്? മുന്നോട്ട്. മുന്നോട്ടാന്ന് എനിക്ക് നടപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി നിനക്ക്? അത് കാലിങ്ങനെ മുൻപോട്ട് വെച്ച് നടക്കുന്ന കണ്ടപ്പോൾ മുൻപോട്ടാന്ന് മനസ്സിലായി. മുമ്പോട്ട്? എടോ, എനിക്ക് പുറകോട്ട് നടക്കാൻ അറിയാം. അതറിയാം. അതെങ്ങനെ? എങ്ങനെയാണ്? ഇങ്ങനെ. ശരി. ഇത് മുൻപോട്ട് നടക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണല്ലോ. അതാ പറഞ്ഞ എനിക്കറിയാവുന്ന. മുമ്പോട്ട് നടക്കാനും പുറകോട്ട് നടക്കാനും. പുറകോട്ട് നടക്കാനും ഒക്കെ എനിക്കറിയാം. ശരി ചേട്ടാ, എനിക്ക് ഇവിടെ വലിയ പരിചയമൊന്നുള്ള ഈ ഭാര്യമാരില്ലാത്തവരൊക്കെ എന്റെ അടുക്കലോട്ടാണോ? അല്ല, ഭാര്യയില്ലെന്നല്ല പറഞ്ഞു. എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരാളല്ല ഞാൻ. തന്റെ പേരെന്നാ? എന്റെ പേര് മാവേലി മന്നൻ. ഏത് വേലിയാണെന്ന് തനിക്ക് പകൽ വരാൻ പറ്റില്ലായിരുന്നു. കണ്ണു പെട്ടെന്ന് പറയാം എല്ലാവർക്കും. തനിക്ക് എത്ര വയസ്സായിടോ? എനിക്ക് വയസ്സില്ല. അതിനെ തനിക്ക് ടെസ്റ്റ് ശിശു ആണോ? എന്തോ ടെസ്റ്റ് ശിശു ആണോ തനിക്ക് പ്രായമില്ലെന്ന് പറയാൻ? എടോ, ഈ പരിചയമില്ലാത്തവരൊന്നും ഇവിടെ വരരുത്. ഇവിടെ ഭയങ്കര മോഷണമുള്ള സ്ഥലമാണ്. ഇവിടെ പിന്നെ എന്ത് മോഷണം? കൊള്ളക്കാരുടെ ശല്യം, വാർഡിലെ കള്ളന്മാരാണെല്ലാം. ഏതൊരു നിമിഷവും ആരുടെ വീട്ടിലും പമ്മി കയറുക പതിവാണ്. കൊള്ളക്കാരുടെ ശല്യം, വാർഡിലെ കള്ളന്മാരാണെല്ലാം. പാതിര കഴിയുമ്പോ ഭയമാ ഭയമാ ഭയമാ, ജീവൻ പേടിച്ചീയടയെല്ലാം രാത്രിയിൽ കുത്തിയിരിക്കും. അവർ ലൈറ്റുമണ
വെച്ച് വീടിന്റെ ഉള്ളിൽ ശ്വാസമടക്കിയിരിക്കും. കിടക്കും മടുക്കും ചുറ്റും നോക്കി നടക്കും. കൊള്ളക്കാരുടെ ശല്യം വാതിൽ കള്ളന്മാരാണെല്ലാം. ഏതൊരു നിമിഷവും ആരുടെ വീട്ടിലും പമ്മിക്കയറുക പതിവാണ്. കൊള്ളക്കാരുടെ ശല്യം വാതിൽ കള്ളന്മാരാണെല്ലാം. ഡോ ഞങ്ങളൊക്കെ പല വട്ടം നോക്കിയതാ അവന്മാരെ ഒന്ന് പിടിക്കാവുന്നു. എന്നാൽ ഒരു പെറ്റീഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിടിച്ചുവാടെ പിടിക്കട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ അവന്മാർ പിടിച്ചുകൊണ്ട് പോകും. അതല്ല, അത് അവരുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, നേരം സന്ധ്യയാകാൻ പോവുക, എവിടെയെങ്കിലും പോയി ചുരുളാനുണ്ടോ ചുരുണ്ടോ, അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരുടെയും കൊള്ളക്കാരുടെയും കൈ കിട്ടുക. നാളെ നേരം വെളുക്കുമ്പം താൻ എലാസ്റ്റിക്കെ തൂങ്ങി കിടക്കുന്നത് കാണാം. എളുപ്പം തലം വിട്ടു. ആലോചിച്ചപ്പോൾ കാര്യം ശരിയാണെന്ന് തോന്നി. അടുത്ത് കണ്ടൊരു വീട്ടിലേക്ക് അദ്ദേഹം കയറി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ആ വീട്ടിലെ യുവതിയോട് ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഗദ്ഗതകണ്ഠയായി അവൾ പറഞ്ഞു, വരുമല്ലോ രാവിൽ പ്രിയതമൻ, തെന്നി വരുമല്ലോ രാവിൽ പ്രിയതമൻ. ചില ദിവസം വീട്ടിലെത്തും, പലപ്പോഴും കവലയിൽ ഷാപ്പിലെ കറിക്കാരൻ്റെ വീട്ടിൽ ശയിക്കും. രാവിലെ എത്തും, അയ്യോ വരുമല്ലോ രാവിൽ പ്രിയതമൻ. എന്റെ കുട്ടികൾ മൂവരും കട്ടിൽ കിഴകറുമ്പോ കരയും. ഈരൻ കണ്ണുമായി തകർന്നപ്പോൾ നിൽക്കും ഞാൻ. തിരുവോണ നാളിലും മതിയനി മുഴുക്കുടിയാ, തിരുവോണ നാളിലും മതിയനി മുഴുക്കുടിയാ. ആകെ മടുത്തു, ആശ തകർന്നു, വരുമല്ലോ രാവിൽ പ്രിയതമൻ, തെന്നി വരുമല്ലോ രാവിൽ കുടിയനാ. മദ്യവും മയക്കുമരുന്നും മൂലം തകരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഒന്നാണിത്. മദ്യം വിഷമാണെന്നറിഞ്ഞിട്ടും അമൃത് പോലെ മോന്തുന്ന ഈ നാട്ടിലെ കുടിയന്മാരെയും അദ്ദേഹം മനസ്സിൽ ശപിച്ചു. കുടിയനെ പേടിച്ചാണെങ്കിലും ആ രാത്രി മാവേലി അവിടെ തങ്ങി. തൻ്റെ ഭരണകാലം വീണ്ടും എത്തിയാൽ തീർച്ചയായും മദ്യം നിരോധിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു കൊടുത്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ യാത്ര പറഞ്ഞിറങ്ങി. തൊട്ടയൽവക്കത്തെ വീട്ടിലെ വരാന്തയിലിരുന്ന് രണ്ട് വല്യമ്മമാര് സംസാരിക്കുന്നത് അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു. എന്റെ നാരായണി ഇന്ന് സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നില്ല, ഉള്ളിൽ നാണം തുടങ്ങിയടി. എന്റെ നാരായണി ഇന്നു സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നില്ല, ഉള്ളിൽ നാണം തുടങ്ങിയടി. എന്റെ നാരായണി പല്ല് മൊത്തം കൊഴിഞ്ഞോര അയലത്തെ അപറാച്ചൻ എഴുതുന്നു, പാഠം പഠിക്കുന്നു. പല്ല് മൊത്തം കൊഴിഞ്ഞോര അയലത്തെ അപറാച്ചൻ എഴുതുന്നു, പാഠം പഠിക്കുന്നു. എന്റെ ചെറുവയസ്സിൽ 1000 പ്രാവശ്യം
ഒളിച്ചോടാൻ അവർ അച്ഛൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നും മതിയാന്റെ മുഖം കണ്ടാൽ തളർന്നു പോകും. എല്ലാരും പറയുന്നു അങ്ങേര ആ ക്ലാസ്സിൽ മിടുക്കനെന്ന്. എന്റെ നാരായണി ഇന്ന് സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നില്ല. ഉള്ളിൽ നാണം തുടങ്ങിയടി. എന്റെ നാരായണി. സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കുതിക്കുന്ന കേരളത്തിൽ അക്ഷരമറിയാത്ത വൃദ്ധജനങ്ങൾ പഠിക്കുവാൻ കാണിക്കുന്ന ആവേശം അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി. സമയമുണ്ടായിരുന്നുവെങ്കിൽ തനിക്കും ആ ക്ലാസ്സിലൊക്കെ ഒന്ന് പങ്കെടുക്കാമായിരുന്നുവെന്ന് മാവേലി മനസ്സിൽ ഓർത്തു. അടുത്ത കൊല്ലമെങ്കിലും 10 അക്ഷരം ഒത്താൽ പഠിക്കണം. നേരെ കണ്ട വീട്ടിലേക്ക് കയറാൻ ഭാവിക്കവേ ഒരു വൃദ്ധന്റെ സ്വരം ഉയർന്നു കേട്ടു. കണ്ണാടിയില്ലേ കാണാനും വയ്യ എൻ സ്ലേറ്റിന്നെവിടെ. ബുക്കൊക്കെ കൊണ്ടു ചെല്ലാൻ സാറ് ചൊന്നതു കേട്ടില്ല. ചെവിയൊട്ടും കേൾക്കാൻ വയ്യ. കണ്ണാടിയില്ലേ കാണാനും വയ്യ എന്നെവിടെ. ഒക്കെ കൊണ്ടു ചെല്ലാൻ സാറ് ചൊന്നതു കേട്ടില്ല. ചെവിയൊട്ടും കേൾക്കാൻ വയ്യ. കണ്ണാടിയില്ലേ കാണാനും വയ്യ. എഴുതുമ്പോൾ ചില നേരം കൈ മൊത്തം കോച്ചും. പറയുമ്പോൾ നാക്കൊടക്കിടും. എഴുതുമ്പോൾ ചില നേരം കൈമൊത്തം കോച്ചും. പറയുമ്പോൾ നാക്കൊടക്കിടും. പറയാൻ വയ്യേലും എഴുതാൻ വയ്യേലും പതിവായി സാക്ഷര ക്ലാസ്സിൽ ഹാജര് വയ്ക്കാൻ ബോധം ഒരു കൂട് ബീഡിയും വേണം. കണ്ണാടിയില്ലേ കാണാനും വയ്യ എന്നെവിടെ. ബുക്കൊക്കെ കൊണ്ട് ചെല്ലാൻ സാറ് ചൊന്നത് കേട്ടില്ല. ചെവിയൊട്ടും കേൾക്കാൻ വയ്യ. കണ്ണാടിയില്ലേ കാണാനും വയ്യ. സ്വന്തമായി ഒരു കത്തെഴുതുവാനും പത്രം വായിക്കുവാനും പരസഹായം തേടി വരാതിരിക്കാൻ നിരക്ഷരരായ ആളുകൾ എങ്ങനെയും അക്ഷരം പഠിക്കുവാൻ ആവേശം കാട്ടുന്നു. അടുത്ത കൊല്ലത്തിൽ താൻ എത്തുമ്പോൾ തൻ്റെ നാട് സമ്പൂർണ്ണ സാക്ഷരതയിൽ എത്തട്ടെ എന്ന് മാവേലി ആശംസിച്ചു. പെട്ടെന്ന് തൊട്ടു മുമ്പിലൂടെ കുരുക്കിട്ട് കയറുമായി തൂങ്ങിച്ചാകാൻ പോകുന്ന ഒരു യുവാവിനെ കണ്ട് മാവേലി ഞെട്ടി. ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കുവാൻ അദ്ദേഹം പുറകെ പാഞ്ഞു. അത് കണ്ട ഒരാൾ മാവേലിയെ തടഞ്ഞു നിർത്തി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഓടുന്നത്? ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചതിന് വേണ്ടിയല്ല അദ്ദേഹം പോകുന്നത്. പിന്നെ കോരപ്പന് തൊഴിൽ ലഭിച്ചു. സർക്കാർ കൊടുത്തതാണ് ഈ ജോലി. ഓണറില്ലാതെ അലഞ്ഞു നടക്കും നായ്ക്കളെയെല്ലാം കൊന്നിടാൻ കോരപ്പന് തൊഴിൽ ലഭിച്ചു. സർക്കാർ കൊടുത്തതാണ് ഈ ജോലി. പേ പിടിച്ച നായ്ക്കളുടെ പുറകിൽ
നിത്യം കയ്യിലൊരു കുരുക്കുമായി നടക്കും. പട്ടിണി മൂലമൻ മക്കളെ പോറ്റുവാൻ പട്ടണത്തിൽ വന്നു. എന്തിനീ നാൽക്കവലയിൽ വന്നു. റോഡുകൾ വീടുകൾ രാപകൽ നിത്യവും തേടുകയാണവൻ്റെ ഡ്യൂട്ടി. ഓരപ്പന് തൊഴിൽ ലഭിച്ചു, സർക്കാർ കൊടുത്തണീ ജോലി. ഓണറില്ലാതെ അലഞ്ഞു നടക്കും നായ്ക്കളെയെല്ലാം കൊന്നിടാം. ഓരപ്പന് തൊഴിൽ ലഭിച്ചു, സർക്കാർ കൊടുത്തണീ ജോലി. അപകടം പിടിച്ച ആ ജോലി ഏറ്റെടുത്ത യുവാവിന് മാവേലി നന്മകൾ നേർന്നു. തൊഴിലും തൊഴിലില്ലായ്മ വേതനവും ഇല്ലാതെ അഭ്യസ്ത വിദ്യർ നട്ടം തിരിയുമ്പോൾ ചുരുങ്ങിയ യോഗ്യതയുള്ളവർ മാർക്ക് തിരുത്തിയും ജാതി തിരുത്തിയും ഉന്നതങ്ങളിൽ കയറിപ്പറ്റുന്നു. ആ ഗ്രാമത്തിൽ സന്തോഷഭാവമുള്ള ഒരാളെ ആദ്യമായി കണ്ടപ്പോൾ മാവേലി സന്തോഷിച്ചു. ആ സന്തോഷത്തിൻ്റെ രഹസ്യം അദ്ദേഹം തന്നെ മാവേലിയോട് പറഞ്ഞു. കഷ്ടങ്ങളൊക്കെ മാറി എന്റെ ലോണെല്ലാം തള്ളിക്കളഞ്ഞു. കഷ്ടങ്ങളൊക്കെ മാറി എൻ്റെ ലോണെല്ലാം തള്ളിക്കളഞ്ഞു. തൽക്കാലം ആശ്വാസമായി കഴിഞ്ഞു. കഷ്ടങ്ങളൊക്കെ മാറി എൻ്റെ ലോണെല്ലാം തള്ളിക്കളഞ്ഞു. കൃഷി വായ്പ എടുത്തു ഞാൻ മുടിഞ്ഞു. എന്റെ കൃഷി മൊത്തം ജലം കേറി നശിച്ചു. കൃഷി വായ്പയെടുത്തു ഞാൻ മുടിഞ്ഞു. എൻ്റെ കൃഷി മൊത്തം ജലം കേറി നശിച്ചു. ബാങ്കിലെങ്ങനെ പൈസയടയ്ക്കും? വെപ്രാളം കൊണ്ടു ഞാൻ ആകെ വലഞ്ഞു. ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങിയില്ല. കഷ്ടങ്ങളൊക്കെ മാറി എന്റെ ലോണെല്ലാം തള്ളിക്കളഞ്ഞു. തൽക്കാലം ആശ്വാസമായി കഴിഞ്ഞു. കഷ്ടങ്ങളൊക്കെ മാറി എൻ്റെ ലോണെല്ലാം തള്ളിക്കളഞ്ഞു. അയാളുടെ സന്തോഷത്തിൽ മാവേലിയും പങ്കുചേർന്നു. വെയിലേറ്റ് വാടിത്തളർന്ന മാവേലി അടുത്ത് കണ്ട ഒരു കടയിൽ നിന്നും സോഡ വാങ്ങിച്ചു കുടിച്ചു. ഇത്തവണ നേരത്തെ കേരള സന്ദർശനത്തിന് എത്തിയെങ്കിലും ഓണം അടുത്തത് അറിഞ്ഞു പോലുമില്ല. ആ കടയിലേക്ക് ഓടിക്കതച്ചെത്തിയ ഒരു പൈങ്കിളി വാരിക പത്രാധിപർ വെപ്രാളപ്പെട്ട് കടക്കാരനോട് പറയുന്നത് മാവേലി ശ്രദ്ധിച്ച് തരിച്ചു നിന്നുപോയി. കൊല ചെയ്ത ഫീച്ചറൊന്നും ലഭിച്ചില്ല. നോവൽ മുഴുവൻ തീർന്നില്ല. വാരഫലമെഴുതും ജ്യോതിഷ പണ്ഡിതർക്ക് മൂന്നാഴ്ചയായിട്ട് ചിക്കൻ ബോക്സ കൊല ചെയ്ത ഫീച്ചറൊന്നും ലഭിച്ചില്ല. നോവൽ മുഴുവൻ തീർത്തില്ല. വാരഫലമെഴുതും ജ്യോതിഷ പണ്ഡിതർക്ക് മൂന്നാഴ്ചയായിട്ട് ചിക്കൻ ബോക്സ കൊല ചെയ്ത ഫീച്ചറൊന്നും ലഭിച്ചില്ല. ശത്രുപക്ഷ വാരികയെ കവറു ചെയ്യ 10 നോവൽ പല പേരിൽ ഞാൻ എഴുതി. ഈ ലക്കം തൊട്ട് വിലയും കുറവുണ്ട്. സെയിലില്ല എന്നിട്ടും എന്തു ചെയ്യും? എന്റെ ദൈവമേ, 2 ആഴ്ച കൊണ്ടു ഞാൻ മുട്ടുകുത്തും. ഞാൻ മുട്ടുകുത്തും. കൊല ചെയ്ത ഫീച്ചറൊന്നും ലഭിച്ചില്ല. നോവൽ മുഴുവൻ തീർന്നില്ല.
വാരഫലം എഴുതും ജ്യോതിഷ പണ്ഡിതർക്ക് 3 ആഴ്ചയായിട്ട് ചിക്കൻ ബോക്സ്. കൊല ചെയ്ത ഫീച്ചറൊന്നും ലഭിച്ചില്ല. അയാളുടെ തോളിലെ സഞ്ചിയിൽ ധാരാളം കടലാസ് കഷ്ണങ്ങൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. വിയർപ്പിന്റെ മണം അവിടെ ആകെ പരന്നു. ഫീച്ചർ എഴുതാൻ കൊലപാതകമില്ലാതെ വല്ലവരെയും തല്ലിക്കൊന്നിട്ട് ഇവൻ ഫീച്ചർ എഴുതുമോ എന്ന് വരെ മാവേലി ഭയന്നു. താൻ മാവേലിയാണെന്നറിഞ്ഞാൽ പിന്നെ തൻ്റെ വരവിനെ കുറിച്ച് സ്പെഷ്യൽ റിപ്പോർട്ട് വല്ലതും തയ്യാറാക്കുമോ എന്ന് പേടിച്ച് മാവേലി അവിടുന്ന് ജീവനും കൊണ്ടൊരു ഒറ്റ ഓട്ടമാണ്. ഉച്ച തിരിഞ്ഞപ്പോൾ ടൗണിലെത്തി. ചുറ്റും നോക്കി. അന്തം വിട്ടുപോയി. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. എന്താ ഇവിടെ ഇങ്ങനെ? കടകളടഞ്ഞു കിടപ്പതന്തേ, അടിപിടി മൂലം അടച്ചതാണോ? കടകളടഞ്ഞു കിടപ്പതെന്തേ, അടിപിടി മൂലം അടച്ചതാണോ? മന്ത്രിമാരാരേലും ചത്തതാണോ? മന്ത്രിമാരാരേലും ചത്തതാണോ? മാർക്കറ്റിൻ ലേബേഴ്സിൻ പ്രശ്നമാണോ? മാർക്കറ്റിൻ ലേബേഴ്സിൻ പ്രശ്നമാണോ? ലോഡിങ്ങുകാരുടെ പണിമുടക്കോ? മർച്ചന്റ് അസോസിയേഷൻ ധർണയാണോ? ലോഡിങ്ങുകാരുടെ പണിമുടക്കോ? മർച്ചന്റ് അസോസിയേഷൻ ധർണയാണോ? സൂചന ബന്ധാണോ? ടൗണിനുള്ളിൽ ബോണസു കിട്ടാത്ത കാരണമോ? ഓണത്തിനോ നേഴ്സ് നാട്ടിൽ പോയോ? മന്ത്രിമാരാരേലും ചത്തതാണോ? മാർക്കറ്റിൻ ലേബേഴ്സിൻ പ്രശ്നമാണോ? കടകളടഞ്ഞു കിടപ്പതന്തേ, അടിപിടി മൂലം അടച്ചതാണോ? ഓണം പ്രമാണിച്ചാണ് കടയൊക്കെ അടച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ മാവേലിക്ക് ശ്വാസം നേരെ വീണത്. ഭവന സന്ദർശനങ്ങളുടെ ഇടയ്ക്ക് തിരുവോണം വന്നതുപോലും അദ്ദേഹം അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അത്ഭുതം തോന്നി. എത്ര പെട്ടെന്നാണ് ദിനങ്ങൾ കഴിഞ്ഞത്. ഇനി അടുത്ത വർഷം മാത്രമേ ഇതുപോലൊരു അവസരം ഉണ്ടാകൂ. ഏതായാലും 2 ദിവസം കൂടി ഉണ്ടല്ലോ. അദ്ദേഹം വേഗം നടന്നു. ഒരു പാലത്തിൻ്റെ തുടക്കത്തിൽ ധാരാളം ആൾക്കാർ കൂടി നിൽക്കുന്നു. അവരെ കണ്ടപ്പോൾ മാവേലി കാരണം അന്വേഷിച്ചു. എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത്? എന്താ കാര്യം? അവർ പറയുകയാണ്, ചിലവേറെ ചെയ്തൊരു പാലം മലവെള്ളപ്പാച്ചിലിൽ വീണ് കാലത്തെ ഗുലുമാലായി. ചിലവേറെ ചെയ്തൊരു പാലം മലവെള്ളപ്പാച്ചിലിൽ വീണു, കാലത്തെ ഗുലുമാലായി. ചിലരെല്ലാം തോട്ടിൽ വീണു, അവരൊക്കെ നീന്തിക്കേറി. ചിലരെല്ലാം തോട്ടിൽ വീണു, അവരൊക്കെ നീന്തിക്കേറി. ഇടിവെട്ടിയതാണോ ഡൗട്ടുണ്ടേ, പാലം നടുഭാഗം തോട്ടിൽ പതിച്ചു. ചിലവേറെ ചെയ്തൊരു പാലം മലവെള്ളപ്പാച്ചിലിൽ വീണു, കാലത്തെ ഗുലുമാലായി.
കോൺക്രീറ്റിൽ സിമന്റ് കുറച്ചത് കോൺട്രാക്ടർ ചാക്കോയോ, വർക്കിന്റെ ചാർജ് വഹിച്ച വർക്കിച്ചനോ. കോൺക്രീറ്റിൽ സിമന്റ് കുറച്ചത് കോൺട്രാക്ടർ ചാക്കോയോ, വർക്കിന്റെ ചാർജ് വഹിച്ച വർക്കിച്ചനോ. ഉദ്ഘാടനം ചെയ്ത മന്ത്രിയും എംപിയും, ഉദ്ഘാടനം ചെയ്ത എംപിയും മന്ത്രിയും വാർത്തയറിഞ്ഞപ്പോഴേ സ്പോട്ടിലെത്തി, ആളു വളഞ്ഞപ്പോഴേ വീട്ടിലെത്തി. ചില വേറെ ചെയ്തൊരു പാലം മലവെള്ളപ്പാച്ചിലിൽ വീണ് കാലത്തെ ഒരു മാലായി. ചിലരെല്ലാം തോട്ടിൽ വീണു, അവരൊക്കെ നീന്തിക്കേറി. ഇടിവെട്ടിയതാണോ ഡൗട്ടുണ്ടേ, പാലം നടുഭാഗം തോട്ടിൽ പതിച്ചു, നടുഭാഗം തോട്ടിൽ പതിച്ചു, നടുഭാഗം തോട്ടിൽ പതിച്ചു. ആ ജനപ്രതിനിധികളോട് മാവേലിക്ക് അവജ്ഞ തോന്നി. അക്കരയ്ക്ക് പോകാനാണെങ്കിൽ ഒരു കടത്തുവള്ളം പോലുമില്ല. തീരത്തിലൂടെ അദ്ദേഹം നടന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും കൂടുതൽ വിഷമിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. കഴിഞ്ഞ തവണ വന്നപ്പോൾ മനസ്സിലേറ്റ മുറിവ് ഇതുവരെയും കരിഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു സ്ത്രീയുടെ പൊട്ടിക്കരച്ചിൽ. അത് കേട്ട ദിക്കിലേക്ക് അദ്ദേഹം ഓടിച്ചെന്നു. ധാരാളം ആളുകൾ ദുഃഖഭാവത്തോടെ നിൽക്കുന്നു. അതിലൊരാളോട് അദ്ദേഹം കാരണം അന്വേഷിച്ചു. അങ്ങേ കായലിലൂടെ അവറാച്ചന്റെ ബോഡി എന്റെ അവറാച്ചൻ. ഒഴുകി തീരത്തടിഞ്ഞു, കണ്ടു കരഞ്ഞു സ്ത്രീകളെല്ലാം. അങ്ങേ കായലിലൂടെ അവറാച്ചന്റെ ബോഡി ഒഴുകി തീരത്തടിഞ്ഞു, കണ്ടു കരഞ്ഞു സ്ത്രീകളെല്ലാം. അങ്ങേ കായലിലൂടെ അവറാച്ചന്റെ ബോഡി ഒഴുകി തീരത്തടിഞ്ഞു, കണ്ടു കരഞ്ഞു സ്ത്രീകളെല്ലാം. അവറാന്റെ ഭാര്യ ബോധം കെട്ടു വീണു, പോലീസെത്തി ബോഡി മോർച്ചറിയിലാക്കി. അങ്ങേ കായലിലൂടെ അവറാച്ചന്റെ ബോഡി ഒഴുകി തീരത്തടിഞ്ഞു, കണ്ടു കരഞ്ഞു സ്ത്രീകളെല്ലാം. ഓണത്തിൻ്റെ അന്നു പൂസായി മുച്ചിട്ടു കളിക്കുമ്പോൾ പോലീസുകാരെ കണ്ട് ആറ്റിൽ ചാടി പാവം. ഓണത്തിൻ്റെ അന്ന് പൂസായി മുച്ചിട്ട് കളിക്കുമ്പോൾ പോലീസുകാരെ കണ്ട് ആറ്റിൽ ചാടി പാവം. നീന്തറിയാതെ അവറാച്ചൻ മുങ്ങി, ഒഴുക്കില ദൂരെ കായലിൽ ചെന്നു, ഒടുവില ബോഡി തീരത്തടിഞ്ഞു. അങ്ങേ കായലിലൂടെ അവറാച്ചന്റെ ബോഡി ഒഴുകി തീരത്തടിഞ്ഞു, കണ്ടു കരഞ്ഞു സ്ത്രീകളെല്ലാം. അവറാന്റെ ഭാര്യ ബോധം കെട്ടു വീണു, പോലീസെത്തി ബോഡി മോർച്ചറിയിലാക്കി. അങ്ങേ കായലിലൂടെ അവറാച്ചന്റെ ബോഡി ഒഴുകി തീരത്തടിഞ്ഞു, കണ്ടു കരഞ്ഞു സ്ത്രീകളെല്ലാം. പതിവില്ലാതെ പരിചയമില്ലാതെ ഒരാളെ കണ്ടപ്പോൾ
നാട്ടുകാരുടെ മുഖത്ത് സംശയത്തിൻ്റെ ചെറിയ ഭാവം. അവരിൽ പലരും അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. പൊട്ടിക്കരയുന്ന ആ സ്ത്രീയെ ആശ്വസിപ്പിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും നാട്ടുകാരുടെ നോട്ടത്തിലും ചലനത്തിലുമൊക്കെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ മാവേലി പതിയെ വലിഞ്ഞു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരലർച്ച, എൻ്റെ പോക്കറ്റടിച്ചേ! അതുകൂടി കേട്ടപ്പോഴേ മാവേലി തൻ്റെ നടപ്പ് ഓട്ടമാക്കി. പോക്കറ്റടിച്ചുകൊണ്ടോടുകയാണെന്ന് വിചാരിച്ച നാട്ടുകാർ മാവേലിയെ ഒരു കൊന്നത്തെങ്ങിൽ പിടിച്ചു കെട്ടി. ചിലരൊക്കെ കൈയുടെ തരിപ്പ് മാറ്റി. ഇടികൊള്ളും ഇടികൊള്ളും ഇപ്പോൾ അടവെടുത്താൽ ഇടികൊള്ളും. ഇടികൊള്ളും ഇടികൊള്ളും ഇപ്പോൾ അടവെടുത്താൽ ഇടികൊള്ളും. തൊഴികൊള്ളും തൊഴികൊള്ളും നീ തൊഴിലെടുത്താൽ ഇപ്പോൾ തൊഴികൊള്ളും. ഇടികൊള്ളും ഇടികൊള്ളും ഇപ്പോൾ അടവെടുത്താൽ ഇടികൊള്ളും. തൊഴികൊള്ളും തൊഴികൊള്ളും നീ തൊഴിലെടുത്താൽ ഇപ്പോൾ തൊഴികൊള്ളും. പോക്കറ്റടിച്ചോണ്ടോടുമ്പോൾ നാട്ടാരിവനെ പിടിച്ചുകെട്ടി. പോക്കറ്റടിച്ചോണ്ടോടുമ്പോൾ നാട്ടാരിവനെ പിടിച്ചുകെട്ടി. സ്റ്റാൻഡിൻ പരിസരത്തിവൻ സ്ഥിരമായി ചുറ്റി നടക്കും, ഇതു പതിവാ. ഇങ്ങനെ വിട്ടാൽ പറ്റൂല, വഞ്ചകനിവനെ കൊന്നിടണം, കൈമുറിക്കിടണം. ഇടികൊള്ളും ഇടികൊള്ളും ഇപ്പോൾ അടവെടുത്താൽ ഇടികൊള്ളും. തൊഴികൊള്ളും തൊഴികൊള്ളും നീ തൊഴിലെടുത്താൽ ഇപ്പോൾ തൊഴികൊള്ളും. ഇടിവെട്ടിടും പോലെ ഞെട്ടി മന്നവൻ പെട്ടെന്ന്. മുടിയാനുടനടി അടികിട്ടിടും നിശ്ചയം. കുട പോലുമില്ല അടി വന്നാൽ തടയാൻ. ഓട്ടത്തിനിടയ്ക്കു വടിയും മെതിയടിയും പോയി. മനസ്സുമടുക്കുന്നോരവസ്ഥയാണിതെങ്കിൽ അടുത്ത ഓണത്തിനെങ്ങിനെയെത്തും ഞാൻ? ഓണത്തിനെങ്ങിനെയെത്തും?